നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ ധാരണകളെ ഞാൻ പൂർണ്ണമായിട്ട് അവഗണിക്കുകയല്ല. എങ്കിലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ മുടങ്ങിയ വിവാഹങ്ങളൊക്കെ എങ്ങനെയാണ് മുടങ്ങിയതെന്ന് ഒന്ന് ആലോചിച്ചാൽ അച്ഛന് മനസ്സിലാവും. അനഘയുടെയും സ്നേഹയുടെയും കാര്യത്തിൽ നമുക്ക് അന്നും ഇന്നും തെറ്റ് പറ്റിയിട്ടുണ്ട് അച്ഛ. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പറ്റിയ വലിയ തെറ്റ്. സ്നേഹ വാതില് തുറന്നില്ലേ മോളെ? ഇല്ലച്ച, വിളിക്കുന്നത് അവർക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചുമില്ല. അതാ നല്ലത്. അവള് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. മൂത്ത ചേട്ടനും അച്ഛനും ഉൾപ്പെടെ അവൾക്ക് അത്രമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഞാൻ ഇവനോട് ചോദിച്ചാ മോളെ ഇതിപ്പോ നടത്തണമെന്ന്. നന്ദേട്ടനെ മാത്രം കുറ്റം പറയേണ്ട അച്ഛ. നന്ദേട്ടനും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. ധനുഷിന്റെ സ്വഭാവം ശരിയല്ല എന്നുള്ളതല്ലാതെ ഇത്രയും ക്രിമിനൽ ആയിരുന്നുവെന്നും സച്ചേനെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിറകിലും ധനുഷായിരിക്കുമെന്നും നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അവൻ പറയുന്നൊക്കെ നന്ദേട്ടൻ ആത്മാർത്ഥമായിട്ടങ്ങ് വിശ്വസിച്ചു. നന്ദേട്ടന്റെ ഉറപ്പിൽ അച്ഛനും. താലിയേടിന് തൊട്ടു മുമ്പ് അച്ഛനത് നിർത്തിവെക്കാൻ പറ്റിയല്ലോ. അത് വലിയൊരു കാര്യമായി കണ്ട് നമുക്ക് സമാധാനിക്കാനേ ആവൂ. സ്നേഹയുടെ കാര്യോർത്ത് അച്ഛനും നന്ദേട്ടനും വിഷമിക്കണ്ട. പഴയ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വരും. എല്ലാം കണ്ടും കേട്ടും അവള് ഷോക്കായിരിക്കും. ഇപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും. എങ്കിലും അവളെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതിന്റെ പേരിൽ അച്ഛൻ നന്ദേട്ടനെ വഴക്ക് പറയരുത്. പാവം, ഇപ്പോഴും നന്ദേട്ടനെ ഒന്നും വിശ്വസിക്കാനായിട്ടില്ല. എല്ലാവരെയും വേഗം വിശ്വസിക്കും. എത്ര വലിയ തെറ്റ് ചെയ്താലും അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നൊരു മനസ്സാണ് നന്ദേട്ടന്. അങ്ങനെ മാപ്പ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കുടുംബത്തെ മുഴുവൻ ചതിച്ചതല്ലേ അവൻ. കള്ളം പറഞ്ഞ് കൊട്ടാരം പണിതവൻ. ആ ചീട്ടുകൊട്ടാരത്തിന് ഇന്നത്തോടെ ആയുസ് തീരുമ്പോ ഒരു തരത്തിലുള്ള മാപ്പും ധനുഷ് എന്ന് പറയുന്നവൻ അർഹിക്കുന്നില്ല. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? എന്തിനാ എല്ലാവരെയും കുറ്റം പറയുന്നത്? ആദ്യത്തെ കുറ്റക്കാരൻ ഞാൻ തന്നെയല്ലേ. നീ തന്നെ എത്ര തവണ പറഞ്ഞതാ ഈ ബന്ധം വേണ്ടെന്ന്? അന്ന് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതല്ലാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോന്ന് ഞാനും അറിയാൻ ശ്രമിച്ചില്ല. ഇതുപോലുള്ള പല കാര്യങ്ങളിലും മുൻപും ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് മോളെ. ഇന്നും അതേ പറയാനുള്ളൂ അച്ഛന്. എന്താ ചെയ്ത? എന്റെ സച്ചേനെ കണ്ടെത്തണമെന്നുള്ള ലക്ഷ്യം മാത്രമേ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാ ഇതെല്ലാം ഉണ്ടായത്. ധനുഷ് എന്ന വലിയൊരു ക്രിമിനലിന്റെ കയ്യിൽ നിന്നും എന്റെ അനിയത്തെയും എന്റെ കുടുംബത്തെ ഞാൻ രക്ഷിച്ചതില് അച്ഛൻ എന്തിനാ എന്നോട് മാപ്പ് പറയുന്നത്? ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ. മുഹൂർത്തം വരെ എത്തിയ സ്നേഹയുടെ വിവാഹം അത് മുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈശ്വര തീരുമാനം അതല്ലായിരുന്നു എന്നാണ്. മുമ്പും ഇതേ സാഹചര്യത്തിൽ ഈ വീട്ടിൽ വിവാഹങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. ദോഷങ്ങൾ ഇനിയും ഈ വീടിനെ വിട്ടുമാറിയിട്ടില്ലെന്നാ തോന്നുന്നത്. അല്ലച്ച, അച്ഛൻ്റെ ആ തോന്നല ശരിയല്ലാത്തത്. ഒരു കാര്യം മുൻകൂട്ടി നിശ്ചയിക്കുകയും
അത് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നത് നമ്മളാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നിടത്താ വിവാഹം നടക്കാതെ പോകുന്നത്. ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്തവരെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഈ വീട് ഇതേ അവസ്ഥയിലായിട്ടുണ്ട്. അതിന് നമ്മൾ മാത്രം അച്ഛ ഉത്തരവാദികള്. വാസ്തുദോഷത്തിനും ഈശ്വരകോപത്തിനും ഒന്നും അവിടെ ഒരു സ്ഥാനവുമില്ല. അച്ഛൻ്റെ ധാരണകളെ ഞാൻ പൂർണ്ണമായിട്ട് അവഗണിക്കുകയല്ല. എങ്കിലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ മുടങ്ങിയ വിവാഹങ്ങളൊക്കെ എങ്ങനെയാണ് മുടങ്ങിയതെന്ന് ഒന്ന് ആലോചിച്ചാൽ അച്ഛന് മനസ്സിലാവും. അനഘയുടെയും സ്നേഹയുടെയും കാര്യത്തിൽ നമുക്ക് അന്നും ഇന്നും തെറ്റുപറ്റിയിട്ടുണ്ട് അച്ഛ. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പറ്റിയ വലിയ തെറ്റ്. സച്ചേട്ടാ, സച്ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഞാനിങ്ങനെ ഓരോന്ന് ഓർക്കുമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമല്ല ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഓരോന്ന് തീരുമാനിക്കും, ഈശ്വരൻ അതിന് വിപരീതമായി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ തോന്നല സച്ചേട്ടാ. എല്ലാത്തിനും ഈശ്വരന് ഓരോ പദ്ധതികളുണ്ട്. സച്ചേട്ടനെ കാണാതായതും കണ്ടെത്തിയതും വിവാഹം മുടങ്ങിയതും ഒക്കെ ആ പദ്ധതിയുടെ ഭാഗം തന്നെയാ. ഈശ്വരന്റെ തീരുമാനം എന്തായാലും അതിനെ വെല്ലുവിളിക്കാൻ പാകത്തിനുള്ള ചില മനുഷ്യരുണ്ടെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരിൽ ഏറ്റവും വലിയ ആളാ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഈ ഭാര്യ. ഞാൻ ഗുണ്ടകളുടെ കയ്യിൽപ്പെട്ട് മരിക്കണമെന്ന ഈശ്വരവിധിയെ തിരുത്തി എഴുതിയ ആളാ താൻ. അങ്ങനെ ഈ വീട്ടിലെ ആരെല്ലാം താൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ ഒരു പെണ്ണിനെ പോലെ ഭർത്താവിനെ കാണാത്ത വിഷമത്തിൽ കരഞ്ഞു തളർന്നിരിക്കേണ്ട താൻ ധൈര്യം മുറുകെ പിടിച്ച് താൻ നടത്തിയ പോരാട്ടത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.